നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. നമുക്ക് നന്മകൾ ലഭിക്കണം, നമ്മുടെ മക്കളിലേക്ക് നന്മകൾ എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവരതനുസരിക്കണം, അവരുടെ ജീവിതത്തിൽ പകർത്തണം. വരുന്ന തലമുറകളിൽ ഓരോന്നായിട്ട് അവരുടെ ജീവിതത്തിൽ അത് കണ്ടുകൊണ്ട് വരുന്ന തലമുറകളിൽ എങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രഭ, അതിന്റെ ആ ഒരു വെളിച്ചം നമുക്ക് എത്തിക്കാൻ കഴിയുക എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരൊറ്റ ദിവസത്തിൽ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ചർച്ച നടത്തുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അതിനു വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അതാ അവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇൽസമൂ ഔലാദകും വഅഹ്സിനൂ ആദാബകും. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കളോടൊപ്പം നിങ്ങൾ കൂട്ടുകൂടണേ. വഅഹ്സിനൂ ആദാബകും, അവരെ നിങ്ങൾ നല്ല അദബ് പഠിപ്പിക്കണേ എന്നതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പടച്ചറബ്ബേ, അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു പിതാവ് തന്റെ പ്രിയപ്പെട്ടവനെ പിടിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പിടിച്ചുകൊണ്ട് അതാ അവിടുന്ന് കടന്നു വരികയാണ്. പടച്ചുറപ്പെ അവിടുന്ന് അടിച്ചുകൊണ്ട് അവിടുന്ന് വല്ലാതെ ചീത്ത പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്ന ഈ മനുഷ്യന് അല്ലാഹുവേ, ഉമർ തങ്ങളോട് പരാതി പറയുന്നു, തങ്ങളെ, നിങ്ങൾ ഈ നാടിന്റെ ഖലീഫയാണല്ലോ, നിങ്ങൾ ഇവിടെ എല്ലാ കാര്യങ്ങളും അറിയേണ്ടവരാണല്ലോ. എന്റെ പൊന്നുമോനെ എന്നെ പേടിയില്ല, വീട്ടിൽ അനുസരണക്കേട് കാണിക്കുകയാണ്, എനിക്ക് അനുസരണയില്ല എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലാഹുവേ, ഒരു പ്രിയപ്പെട്ട ഒരു പിതാവതാൻ ഒരു പുന്നാര മകനുമായിട്ട് കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പടച്ചുറപ്പേ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനായ തന്റെ പ്രിയപ്പെട്ട അല്ലാഹുവേ പിതാവിന്റെ മുമ്പിൽ നിന്ന് തന്റെ കുട്ടിയെ മേടിച്ചിട്ട് തന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവിടുന്ന് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. വാപ്പയോടും ഉമ്മയോടുമുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു, അവരനുസരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവേ, എല്ലാ നന്മകളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് ഈ പൊന്നുമോന് ചോദിക്കുകയാണ്, തങ്ങളെ, നിങ്ങളിതാ പ്രിയപ്പെട്ട മക്കള് വാപ്പയോട് കാട്ടേണ്ട ഒരുപാട് കടമകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്നാ വാപ്പമാർക്ക് പ്രിയപ്പെട്ട മക്കളോടുള്ള, മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ട മക്കളോടുള്ള കടമകളുണ്ടല്ലോ, ആ കടമകൾ നിങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് പടച്ചുറപ്പേ അത്ഭുതപ്പെട്ടു പോവുകയാണല്ലോ, അവിടെ നിന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് ഈ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുകയാണ്, മോനെ, നിന്റെ പിതാവ് നിന്നോട് കാണിക്കേണ്ട മര്യാദകളില് ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിപ്പിക്കലാണ്. ഈ പ്രിയപ്പെട്ട പൊന്നുമോന് പറയുന്ന, തങ്ങളെ, എന്റെ പിതാവ് അത് പഠിപ്പിച്ചിട്ടില്ല, അദബ് പഠിപ്പിച്ചിട്ടില്ല, നന്മ പറഞ്ഞുകൾ തന്നിട്ടില്ല, അല്ലാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് എന്റെ പിതാവ് എനിക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ല. വീണ്ടും അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പിന്നെ നിന്റെ വാപ്പ നിനക്ക് ചെയ്തു തരേണ്ട കാര്യം എന്താണെന്നറിയോ? നിനക്ക് നല്ല പേരിടണേ, നിനക്ക് നല്ല പേരിടണേ, അല്ലാഹുവേ പടച്ചുറപ്പേ നന്മയോടുകൂടെയുള്ള പേരിടണേ, നല്ല അർത്ഥമുള്ള പേരിടണേ,
മഹാന്മാരുടെ പേരിടണേ, പ്രവാചകന്മാരുടെ പേരിടണേ. അല്ലാഹുവേ, സ്വഹാബത്തിന്റെ ബദരീങ്ങളുടെ നാമങ്ങളാണ് ഇടേണ്ടതോ. അങ്ങനെ നല്ല പേര് നിനക്ക് നിന്റെ വാപ്പ ഇട്ട് തരേണമല്ലോ. ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പറയുന്നു, തങ്ങളെ എന്റെ വാപ്പ എനിക്ക് നല്ല പേര് ഇട്ടിട്ടില്ല. വീണ്ടും അവിടുന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിനക്ക് അല്ലാഹുവേ നിന്റെ പിതാവ് പിന്നീട് നിനക്ക് ചെയ്തു തരേണ്ടതോ നിനക്ക് നല്ല ഉമ്മയെ തരണമല്ലോ. അല്ലാഹുവിനെ കുറിച്ച് പേടിയുള്ള, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന, പടച്ച തമ്പുരാനെ കുറിച്ച് ബോധമുള്ള നല്ലൊരു പെണ്ണിനെയാണ്, നല്ലൊരു ഉമ്മയാണ് നിന്റെ പ്രിയപ്പെട്ട വാപ്പ നിനക്ക് തരേണ്ടതോ എന്നവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അത് അവിടുന്ന് ഈ പൊന്നുമോ പറയുന്ന, തങ്ങളെ എന്റെ വാപ്പ എനിക്ക് അങ്ങനത്തെ മക്കളെ അങ്ങനത്തെ ഉമ്മയല്ല തന്നിട്ടുള്ളത്. മജൂസിയായ പടച്ചവനെ ആരാധിക്കാത്ത, അല്ലാഹനെ അറിയാത്ത ഒരു അടിമയായ പെണ്ണിനെയാണ് എന്റെ പ്രിയപ്പെട്ട വാപ്പ എനിക്ക് തന്നിട്ടുള്ളത്. അങ്ങനത്തെ ഭാര്യയാണ് എന്റെ പ്രിയപ്പെട്ട വാപ്പാക്കുള്ളത്. അങ്ങനത്തെ ഉമ്മയാണ് എന്റെ ഉമ്മ എന്നവിടെ നീ പൊന്നുമോൻ അവിടെ സങ്കടം പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അതാണ് അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇൽസമൂ ഔലാദകും വഅഹ്സിനൂ ആദാബഹും. തന്റെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ, അവരോട് സന്തോഷങ്ങൾ നിങ്ങൾ പങ്കിടണേ, നിങ്ങളുടെ വിഷമങ്ങൾ പറയണം, അവിടെ വിഷമങ്ങൾ നിങ്ങൾ കേൾക്കണം, അവിടെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടോ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരും അറിയേണ്ടതുണ്ടോ. അങ്ങനെ പരസ്പരം നല്ല സാമാന്യമായ നല്ലൊരു ബോധം, നല്ലൊരു ബന്ധം പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും വേണം മക്കളോട്. ആ ബന്ധങ്ങൾ ഇന്ന് പല കുടുംബത്തിലുമില്ലല്ലോ, പല വീടുകളിലുമില്ലല്ലോ. പടച്ചുറപ്പേ, വാപ്പ വരുന്നത് മക്കൾ അറിയുന്നില്ല, ഉമ്മ വരുന്നത്, ഉമ്മ ഇറങ്ങുന്നത് ബാപ്പയറിയുന്നില്ല. പടച്ചുറപ്പേ, മക്കളെപ്പയാണ് കയറി വരുന്നതെന്നോ ഉമ്മാക്കും ബാപ്പാക്കും തന്നെ അറിയുന്നില്ല. ഇന്ന് പല വീടുകളുടെയും അവസ്ഥ അങ്ങനെയാണല്ലോ, ഇന്ന് പല കുടുംബങ്ങളും അങ്ങനെയാണല്ലോ. മക്കളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മാതാപിതാക്കള് സമയം കാണുന്നില്ലോ. അവരെ കുറിച്ചിട്ട് ചർച്ച നടത്താന്നത് പോലും ചില രക്ഷിതാക്കൾക്ക് ഇഷ്ടമല്ലോ. അവരങ്ങനെ പോകുന്നുണ്ട്. ഉസ്താദ്, അവരവിടെ കാര്യം നോക്കട്ടെ എന്ന് പറയുന്ന എത്രയോ രക്ഷിതാക്കളുണ്ടെന്നറിയോ. പാടില്ല ഉമ്മ, പാടില്ല വാപ്പാ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കാരണത്തോ നാളെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. അല്ലാഹ് തന്നെ പറയുകയാണ് വിശുദ്ധമായ ഖുർആനിലൂടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, അത് നാളെ ഉപകരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ. അതേപോലെ തന്നെ വീണ്ടും അവിടുന്ന് അല്ലാഹു തന്നെ പറയുന്നുണ്ടോ, ലാ യൻഫഉ മാലു വലാ ബനൂൻ. നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരിക്കലും തന്നെ പടച്ചുറപ്പെ അവിടെ നിങ്ങൾക്ക് ഉപകരിക്കില്ല എന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വേണ്ട പോലെ സംരക്ഷിക്കണേ, അവരോട് ഒപ്പം നിൽക്കണേ, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണേ. ചെറുപ്പം മുതൽക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മമാര് കഴിയറിയുന്നത് കാണാം, പാപ്പമാര് പിന്മാറുന്നത് കാണാം. അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ. അവരുടെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ടല്ലോ. നമ്മുടെ മക്കളുടെ എല്ലാ വിധത്തിലുള്ള അധികാരമുണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലാണോ. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കളെ വളർത്തുന്നത്, അതുപോലെ ഉണ്ടാകും നമ്മുടെ മക്കളുടെ സ്വഭാവം എന്ന് പറയുന്നത്.
നന്മകൾ കൊടുത്തിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ സംരക്ഷിക്കുന്നതെങ്കിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ആ നല്ല സ്വഭാവം നമ്മുടെ മക്കളെ കാണാൻ കഴിയും. അല്ലാതെ നമ്മള് വെടക്കായിക്കൊണ്ട് നമ്മളൊരു ശ്രദ്ധയും കൊടുക്കാതെ ജീവിതത്തിൽ അശ്രദ്ധ കാണിച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വളർത്തുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ആ അശ്രദ്ധ അവിടെ വഴികളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, അവരല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഒപ്പം നിൽക്ക്, അവരോട് ഒപ്പം നിൽക്ക്, അവരോട് കൂട്ടുകൂടെ, അവരെ നല്ല അദബ് പഠിപ്പിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പല രക്ഷിതാക്കളും അങ്ങോട്ട് അയച്ചു വിടുകയാണ്. അവരെന്തെങ്കിലും വിഷമം വന്ന് പറയുമ്പോൾ അതുപോലും ചില രക്ഷിതാക്കൾക്ക് കേൾക്കാൻ സൗകര്യമില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ത് പറഞ്ഞാലും അവരെ കേൾക്കാൻ നമുക്ക് മനസ്സ് വേണം. ചില ഈ വലിയ ആൾക്കാർ പറയുന്നതിന് എന്താ ചെറിയ ആൾക്കാർക്ക് അല്ലെ, ചില കുട്ടികളൊക്കെ ചില രക്ഷിതാക്കൾ പറയും, ചില രക്ഷിതാക്കൾ പറയും ഒരു പൊട്ടനാടാന്ന് പറയും അല്ലെ. ചില കുട്ടികൾ പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പ പറയും അവനൊരു പൊട്ടനാണ്, അവനല്ല, അവൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ചില രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നത്, കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത്, വിഷമമുള്ള വാക്കുകൾ പറയുന്നത് കാണാം. ചെയ്യാൻ പാടില്ല, വളരെ മോശമാണത്, വളരെ മോശമാണ്. നമ്മുടെ കുട്ടികളെ മൈൻഡ് ആ ഒരു രൂപത്തിൽ ആയി മാറും, ടെൻഷന് വരും, വല്ലാത്ത വിഷമം വരും. പിന്നീട് അവർക്ക് ആ സ്വന്തം ബ്രെയിൻ അവർക്ക് തന്നെ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ എത്തും. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂൾ വിട്ടു വന്നാൽ, നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയാൽ കുറച്ച് സമയമെങ്കിലും ബാപ്പയും ഉമ്മയും നമ്മുടെ മക്കളുമായിട്ടുള്ള ഒരു വലിയ ഒരു കോൺവെർസേഷൻ, അവർ തമ്മിലുള്ള ഒരു സംഭാഷണം അല്ലെ, മക്കളെ ഉമ്മയോടും ബാപ്പയോടും ചോദിക്കുക, അതേപോലെ തന്നെ ബാപ്പയും ഉമ്മയും മക്കളോട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക. അങ്ങനെ ഒരു ഒരു ചെറിയ ഒരു സംസാരം, ഒരു കൂടിയിരിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ വേണം. അതൊന്നും ഇന്നില്ല. ഇന്ന് നമ്മുടെ മക്കൾ ഇങ്ങനെ വരും, അവർ വീട്ടിലേക്ക് ഫോൺ എടുത്ത് അവർ റൂമിൽ കയറും, പാപ്പയും ഉമ്മയും അങ്ങനെ റൂമിലേക്ക് പോകും അല്ലെ. മക്കളെ എന്തുണ്ടാകും, അവർ നിസ്കരിച്ചിട്ടുണ്ടോ, അവിടെ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല, പല രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല അല്ലെ. അവിടെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല, വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ടൊന്നും പറയരുത്. നമ്മുടെ വാക്കുകൾ, ചില ആളുകളുടെ വാക്കുകൾ മതി നമ്മുടെ മക്കൾ നഷ്ടപ്പെടാൻ. ചില ആളുകൾ പറയുമല്ലോ, ഈ ഒരു കാലത്തും കുളം പിടിക്കൂലടാ, എന്നിട്ട് നമ്മൾ തന്നെ പറയും, ഉസ്താദേ എന്റെ മകനല്ലേ, ഞാനിങ്ങനെ മനസ്സിൽ തട്ടിയിട്ട് പറയോ? പറയാൻ പാടില്ല. ആ ഒരൊറ്റ വാക്ക് മതി. നീ മനസ്സിൽ തട്ടിയിട്ട് പറഞ്ഞോ ഇല്ല എന്നല്ല, നിന്റെ നാക്കിൽ നിന്ന് ആ ഒരു വാക്ക് വന്നാൽ മതി നമ്മുടെ മക്കൾ നശിക്കാൻ, നമ്മുടെ മക്കൾ ഇല്ലാണ്ടാകാൻ. എന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ മക്കൾ നരകിക്കുന്നത് കാണണ്ടേ? അത് ആലോചിച്ചോക്കാണെങ്കിൽ നമ്മുടെ മക്കള് നരകിക്കുന്നത് നമ്മൾ കാണണ്ടേ? പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കെതിരെ ഒരിക്കലും ദുആ ചെയ്യരുത്. ഉസ്താദ്, അല്ലാഹുവേ പടച്ച റബ്ബേ, അവിടുത്തെ ദർജ നീ ഉയർത്തണേ റഹ്മാനെ, സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് കാണാൻ തൗഫീഖ് തരണേ റഹ്മാനെ. മഹാനവറുകൾ എപ്പോഴും പറയും, മക്കളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, മക്കളെ ചീത്ത പറയരുത്, അവരെ ശപിക്കരുത്. മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അത് അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് മഹാനവറുകൾ എപ്പോഴും അവിടെ ഓർമ്മപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച റബ്ബേ, നമ്മുടെ വാക്ക് കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേദന ഉണ്ടാക്കുന്നതോ അവരെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഉണ്ടാവരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണോ, നമ്മുടെ മക്കളെ നല്ല അദബ് പഠിപ്പിച്ചിട്ട് മക്കളെ നല്ല രൂപത്തിലാക്കിയിട്ടോ. അതാ അവിടുന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇഫ്തഹൂ അലാ സുബ്യാനികും അവ്വല കലിമത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ മക്കളെ നിങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ആദ്യം തന്നെ പഠിപ്പിക്കണേ. ആ അല്ലാഹനെ കുറിച്ചുള്ള ബോധം കൊടുക്കണേ. അല്ലാഹയാണടാ ഇലാഹ, നീ അല്ലാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആ അല്ലാഹു എങ്ങനെയാണ് നമ്മളോട് ദുനിയാവിൽ ജീവിക്കാൻ പറഞ്ഞത്, അതുപോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ ജീവിക്കണേ എന്നോ, ആ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ നടക്കണേ എന്നോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം.
പഠിപ്പിക്കണല്ലോ. അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് വീണ്ടും പറയുകയാ, വലഖിനൂഹും ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്ത് പടച്ചറബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണേ, എന്ന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണേ. അതാവിടുന്ന് റസൂലുള്ള എന്നിട്ട് പറയുകയാണ്, ആരെങ്കിലും പടച്ചറബ്ബേ ജനിക്കുന്ന സമയത്ത് അവന്റെ തുടക്കത്തില് ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ അള്ളയാണ് എന്റെ ഇലാഹ, അള്ളയല്ലാതെ ഇലാഹില്ല എന്ന് പറയുന്ന പരിശുദ്ധമായ നാമം അങ്ങ് ഉച്ചരിച്ചാൽ, അതേപോലെ തന്നെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്നും കടന്നു പോകുമ്പോ അവസാനത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ അവിടുന്ന് റസൂലുള്ള പറയുകയാണ്, അവിടെ നിന്ന് റസൂലുള്ള പറയുകയാണ്, പടച്ചറബ്ബേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നീ പിന്നെ 1000 വർഷം ജീവിച്ചാലോ നിന്റെ ഒരു പാപത്തെ കുറിച്ച് പോലോ നിന്റെ ജീവിതത്തിൽ വന്ന തെറ്റിനെ കുറിച്ചിട്ടോ അല്ല പിന്നെ ചോദിക്കില്ല. നിന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടോ? അങ്ങനത്തെ ആളുകൾക്ക് അതിന് കഴിയുകയുള്ളൂവല്ലോ. പടച്ചറബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് സ്വർഗം കണ്ടിട്ട് മരിക്കണം ഉമ്മ. അങ്ങനെ മരിക്കാൻ കഴിയുന്ന ആളുകളാരോ ദുനിയാവിൽ വെച്ചിട്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്തവരാകട്ടെ ചെയ്യാത്തവരാകട്ടെ, പടച്ചറബ്ബേ ചെയ്തിട്ട് പടച്ചറബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടോ അല്ലാഹനെ പേടിച്ചിട്ട് കരഞ്ഞു പോയ ആളുകളുണ്ടല്ലോ. ദുനിയാവിന്റെ ലക്ഷ്യത്തിനല്ല ഉമ്മ, ദുനിയാവിന്റെ ആഗ്രഹത്തിനല്ല ഉമ്മ, അല്ലാഹനെ പേടിച്ചിട്ടോ പടച്ച തമ്പുരാനെ പേടിച്ചിട്ടോ അല്ലാഹുവേ നരകത്തെ കണ്ടുകൊണ്ട് നരകത്തെ കേട്ടുകൊണ്ട് ആ നരകത്തിന്റെ പാമ്പുകളെ നരകത്തിന്റെ തേളുകളെ കുറിച്ച് അറിഞ്ഞപ്പോ ദുനിയാവിൽ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവോട് തൗബ ചെയ്ത് മടങ്ങുന്നവരാരാണ്? അവർക്ക് നാളെ പടച്ച തമ്പുരാന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടുന്ന് കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ കഴിയൂ. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമുള്ളതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. ഈ ദുനിയാവിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഇലാഹില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവസാനമായിട്ട് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. അല്ലേ? ഇതാണ് ഒരു മനുഷ്യന്റെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദുനിയാവിൽ അവൻ 1000 വർഷക്കാലം ജീവിച്ചാലും എന്റെ പ്രിയമുള്ളവരെ ആ എത്ര വർഷമായിക്കോട്ടെ അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമ ചൊല്ലിയവനാണെങ്കിൽ പൊറുക്കപ്പെട്ടവനാണ്. അവന്റെ ജീവിതത്തിൽ ഖബറിൽ വെച്ച് അവൻ ചെയ്ത മോശത്തരങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ മക്കൾ നല്ലത് കേൾക്കണം, നല്ലതിനെ കുറിച്ച് ചിന്തിക്കണം, നല്ലത് പറയണം, നല്ല വഴികളിലൂടെ കടക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് മക്കളെ നന്മ കേൾപ്പിക്കുക, നന്മയുടെ വഴികളിലേക്ക് എത്തിക്കുക. അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ചില വീടുകളിലൊക്കെ അവസ്ഥ ബാപ്പയും ഉമ്മയും തമ്മിൽ വല്ലാത്ത വഴക്കായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത പ്രശ്നങ്ങളായിരിക്കും. നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല.
അല്ലെ? എന്നിട്ട് വാപ്പ പോകും. ചിലപ്പോ തെറ്റ് മുഴുവനും ഉമ്മാന്റെ ഭാഗത്തായിരിക്കും. വാപ്പ ചിലപ്പോ ചൂടായിട്ട് വാപ്പ പോകും. വാപ്പ പോയി കഴിഞ്ഞാൽ ഉമ്മ പറയും മക്കളോട്, പിന്നെ മക്കളെടുത്ത് ഉമ്മയാണല്ലോ ഉണ്ടാവുക അല്ലേ? അപ്പൊ മക്കളെടുത്ത് ഉമ്മ ഉണ്ടാകും. അപ്പൊ ഉമ്മ പറയും, കണ്ടോ നിങ്ങളുടെ വാപ്പ എന്നെ പറഞ്ഞത് കണ്ടോ അല്ലേ? നിങ്ങളുടെ വാപ്പ അങ്ങനെ തന്നെ നിന്നെ കെട്ടിക്കൊടുത്ത മുതൽക്ക് നിങ്ങളുടെ വാപ്പ അങ്ങനെയാണ് എന്നൊക്കെ എന്താകും ഉമ്മ പറയും. മക്കളത് കേൾക്കും. എന്നിട്ടോ വാപ്പാനോട് പിന്നെ മക്കൾക്ക് ദേഷ്യമായിരിക്കും അല്ലെ? ചിലപ്പോ നേരെ തിരിച്ച് വാപ്പാനടുത്തായിരിക്കും തെറ്റ്, പക്ഷേ ഉമ്മ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ് മാറി നിൽക്കും. എന്നിട്ട് ഉമ്മ വാപ്പ അവിടുന്ന് മക്കളോട് പറയും, നിങ്ങളുടെ ഉമ്മ കണ്ടോ, ഞാൻ നിങ്ങളുടെ ഉമ്മാനെ കെട്ടിയിട്ട് പിന്നെ എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല അല്ലെ? ഇങ്ങനത്തെ സംസാരങ്ങൾ ചില പാപ്പമാര് പറയും. അപ്പം മക്കൾ അത് കേൾക്കും, മക്കൾ വിശ്വസിക്കും. ഉമ്മാനോട് പിന്നെ മക്കൾക്ക് ദേഷ്യമായി മക്കള്. അങ്ങനെയൊക്കെ ചില കുടുംബത്തിൽ ഇന്ന് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാപ്പയോടോ ഉമ്മയോടോ നമ്മള് അവിടുന്ന് പടച്ചുറബ്ബേ, പിന്നെ ഭാര്യയോടും ഭർത്താവിനോടും, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ദേഷ്യപ്പെടരുത്. പ്രിയപ്പെട്ട വാപ്പമാര് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം, മക്കള് കേൾക്കാതെ വേണം നിങ്ങൾ ആ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. ചിലപ്പോ ഭാര്യയോട്, ചിലപ്പോ കുടുംബ ജീവിതമാണ്, ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഭർത്താവിനോട് ഭാര്യ പറയുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയുന്നത് നമ്മൾ രഹസ്യമായിട്ട് പറയണം. നമ്മളെ മക്കളെ കേൾപ്പിച്ചിട്ട് പറയരുത്. കാരണം നമ്മുടെ മക്കൾക്കിടയിൽ അത് മാതാപിതാക്കളോട് ഒരു വെറുപ്പുണ്ടാകാൻ, ഒരു വിഷമം ഉണ്ടാകാൻ അത് കാരണമാണ്. മനസ്സിലായേ? ഇങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുമ്പോ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു തആല ബോധം നൽകട്ടെ. നമ്മുടെ മക്കൾക്കിടയിൽ വലിയ ഒരു പിന്നെ ടെൻഷൻ ഉണ്ടാകാൻ, അതേപോലെ തന്നെ മക്കളുടെ ബ്രെയിനെ ബാധിക്കാൻ, അവരുടെ ജീവിതത്തെ ബാധിക്കാൻ, നമ്മോടുള്ള പെരുമാറ്റത്തെ മോശത്തരമായി ബാധിക്കാനൊക്കെ അത് കാരണമാണ്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആദരിച്ചവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചവരാണല്ലോ. നമ്മുടെ കുടുംബ ജീവിതം ഒരിക്കലും തന്നെ നമ്മുടെ കാരണം കൊണ്ട് തകരാൻ പാടില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാ, ഭർത്താവെന്ന് പറഞ്ഞ ഭാര്യ മനസ്സിലാക്കേണ്ടവനാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കേണ്ടവളാണ്. അങ്ങനെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് സൗഹൃദത്തോട് കൂടിയിട്ട് ജീവിക്കേണ്ടതാണല്ലോ, സൗഹൃദത്തോട് കൂടെ കഴിയേണ്ടതാണല്ലോ. അതാണ് കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അല്ലാഹുവേ, പടച്ചുറപ്പേ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന വഴക്കുകളുണ്ടല്ലോ, അവിടുത്തെ സങ്കടങ്ങൾ, അവിടുത്തെ വേദനകളോ, ഇതൊന്നും നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ പറയാൻ പാടില്ല. അവരിതൊന്നും കേൾക്കാൻ പാടില്ല. ഭാര്യ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നത്, ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടുന്നത്, അല്ലാഹുവേ, നമ്മുടെ മക്കള് കേട്ടാ നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് തന്നെ അകന്നു പോകുമല്ലോ. അവർക്കിടയിൽ വല്ലാത്തൊരു വിള്ളല് വരുമല്ലോ, അവർക്കിടയിൽ വല്ലാത്ത വിഷമങ്ങൾ കടന്നു വരുമല്ലോ. അത് നമ്മളെക്കും ബാധിക്കുന്നതാണ്, കുടുംബ ജീവിതത്തെ ബാധിക്കുന്നതാണല്ലോ. കുടുംബത്തിന്റെ എല്ലാവിധ പടച്ചുറപ്പെ അടച്ചോർപ്പുകളും സൗഹൃദങ്ങളും തകരാനതൊരു കാരണമാ. നമ്മുടെ മക്കള് വഴി പിഴക്കാനൊരു കാരണമാണ്, നമ്മുടെ മക്കള് വഴി പിഴക്കാനൊരു കാരണമാണല്ലോ. പടച്ചുറപ്പേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ തന്നെ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവേ, കൊച്ചുകുട്ടിയായിരിക്കുന്ന ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ അതാ മക്കയിലെ പ്രാന്ത പ്രദേശത്തോ ഒരു മലഞ്ചെരുവിലേക്ക് രണ്ടുപേരെ വിട്ടുകൊണ്ട് അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കടന്നു പോവുകയാണല്ലോ. അവിടെ നിന്ന് കടന്നു പോവുകയാണല്ലോ. അവിടുന്ന് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയെ, എന്താണ് ഞങ്ങളെ ഇവിടെ ആക്കിയിട്ടുള്ളത്? ഇത് അള്ളാന്റെ കൽപ്പനയാണോ? അതെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് നീങ്ങിയ പടച്ചുറപ്പേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ യഥാ വല്ലാത്ത കഷ്ടപ്പാട് കൊണ്ട് ജീവിക്കുകയാണ്. അള്ളാന്റെ സഹായം അവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നീട് ഇബ്രാഹിം നബി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്.
പറയുന്നതോ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നടക്കാൻ പ്രായമായപ്പോ പടച്ചറബ്ബേ ദൂരെന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ അവിടുന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടപ്പോ വാപ്പച്ചി എന്റെ അബാ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തുള്ളിച്ചാടിയല്ലോ. എന്തേ ഒരു കാര്യം ലഭിക്കാനുള്ള കാരണമെന്ത്? എന്തേ ഒരു സ്നേഹബന്ധം ലഭിക്കാനുള്ള കാരണമെന്ത്? ഉമ്മ അവിടുന്ന് പൊന്നുമോനെ വിളിച്ചിട്ട് വാപ്പാനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ കൊടുത്തു, നന്മകൾ കൊടുത്തതാണ്. ഉമ്മ അവിടുന്ന് പറഞ്ഞിട്ടില്ല ഈ വാപ്പ നമ്മളെ ഇവിടെ ഇട്ടിട്ട് പ്രയാസപ്പെടുത്തിയിട്ട് വാപ്പ തിരിഞ്ഞു നോക്കുന്നില്ല. ആകവേ വേണ്ട രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ ചെലവ് തരുന്നില്ല, നമ്മളെ ഒന്നും സംരക്ഷിക്കുന്നില്ല. ഈ മലഞ്ചെലവിൽ കൊണ്ടുവന്നിട്ടോ ആകവേ നിന്നെയും എന്നെയും കഷ്ടപ്പെടുത്തുകയാണെന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട പടച്ചുറബേ ഭർത്താവിനെ കുറിച്ചിട്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചിട്ടോ അവിടുന്ന് നന്മകൾ ചിന്ത കൊടുത്തു, നന്മകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിനകത്ത് വാപ്പയോടുള്ള ഏറ്റവും വലിയ സ്നേഹമാണ് പൊട്ടി നടന്നത്. വാപ്പയോടുള്ള സ്നേഹമാണ് അവിടുന്ന് പടച്ചുറബേ ഉയർത്തി വന്നത്. ഇതാണ് ഉമ്മമാരുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. വാപ്പയെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കണേ, വാപ്പയെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കണേ. വാപ്പ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. ഈ ഒരു ബന്ധം നമ്മൾ ചെറുപ്പം മുതൽക്കേ ഉണ്ടാക്കേണ്ടതാണ്. ചെറുപ്പം മുതൽക്കേ ബാപ്പയെയും മക്കളെയും പടച്ചുറബെ അടുപ്പിച്ചുകൊണ്ടുള്ള നല്ലൊരു ബന്ധമുണ്ടല്ലോ. ഈ ഒരു ബന്ധം നമ്മൾ ചെറുപ്പം മുതൽക്കേ ഉണ്ടാക്കേണ്ടതാണ്. ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളോട് പറയണം, പടച്ചുറബേ ഉമ്മ മക്കളോട് പറയണം, മക്കളെ വാപ്പ വിദേശത്ത് പോയിട്ട് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് വാപ്പാനെ നിങ്ങൾ വെറുക്കരുത്, വാപ്പാനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ആ ബാപ്പയോട് നിങ്ങൾ നന്മ കാണിക്കണേ, നല്ല രീതിയിൽ പെരുമാറണേ എന്ന് എന്റെ പ്രിയമുള്ളവരെ ഭാര്യ മക്കളോട് പറയണം. ഉമ്മ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന് ചില രക്ഷിതാക്കളുണ്ട്, ചില വാപ്പമാരുണ്ട്, അവർ വിദേശത്ത് നിന്ന് വിളിക്കും, ഉമ്മാക്ക് മാത്രമേ വിളിക്കുള്ളൂ, ഭാര്യക്ക് മാത്രമേ വിളിക്കുള്ളൂ. സ്വന്തം മക്കളോടൊന്ന് സംസാരിക്കാൻ പോലും ഇന്ന് ചില രക്ഷിതാക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ സമയം കാണില്ല. മക്കൾ എന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ വാപ്പാനെ കാണാൻ ഒരു മാസം ഇവിടെ നിന്ന് വാപ്പ പോകും, പിന്നെ മക്കളും വാപ്പയുമായിട്ട് പിന്നെ ഒരു ബന്ധമല്ല. എന്നിട്ട് പറയും, ഉസ്താദേ മകൻ എന്നോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ മകൾ എന്നോട് മിണ്ടുന്നില്ല. എവിടുന്നാ മിണ്ട? നിന്റെ ഭാര്യക്ക് നീ വിളിക്കുന്ന സമയത്ത് നിന്റെ മക്കളെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ചോദ്യം ചോദിക്കണം, അവരോട് നല്ല രീതിയിൽ നീ പെരുമാറണം, അവരെ വിളിക്കണം, അവരുടെ വിശേഷങ്ങൾ ചോദിക്കണം. മനസ്സിലായ? നീ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സംഭവമൊക്കെ ശരിയായിരിക്കും, പക്ഷേ നിന്റെ മക്കളുമായിട്ടുള്ള ഒരു വിളിയും അവരുമായിട്ടുള്ള സംസാരവും നിനക്ക് അവിടെ നിന്നുമില്ല എങ്കിൽ നിന്റെ മക്കൾ നീ എത്ര കഷ്ടപ്പെട്ടെന്ന് കാര്യമില്ല. ഇവിടെ നിന്ന് നിനക്ക് വേണ്ട രൂപത്തിൽ നിന്റെ മക്കളെ നിനക്ക് കിട്ടൂല. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ബോധം നൽകട്ടെ. പിന്നെ നമ്മുടെ കാരണത്താലാണ് പിന്നെ നമ്മൾ വിഷമം പറയും, ഉസ്താദേ എന്റെ മകൻ എന്റെ മകൻ എന്റെ അടുത്ത് മിണ്ടുന്നില്ല, എന്നോടെല്ലാം വല്ലാത്ത ദേഷ്യത്തിലാണ്, അവന്റെ അടുത്ത് മിണ്ടിയിട്ട് മാസങ്ങളായി ദിവസങ്ങളായി. പറഞ്ഞിട്ട് കാര്യമില്ലടോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നാട്ടിൽ വന്നാലും എന്റെ പ്രിയപ്പെട്ട മകൻ എന്നോട് മിണ്ടുന്നില്ല. പറയാറുണ്ട് എത്രയോ രക്ഷിതാക്കൾ. പടച്ചോനെ അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. എന്റെ അറിവിലൊരു പയ്യനുണ്ട്, ഒരു ചെറിയ പിന്നെ ഒരു 10-16 വയസ്സുള്ള മോനാണ്. വാപ്പ ഇവിടെ ഉള്ള സമയത്ത്, വാപ്പ നാട്ടിലുള്ള സമയത്ത് അവൻ എന്തോ ചെറിയൊരു കുസൃതി കാണിച്ചു. വാപ്പ പോകാൻ നിൽക്കുന്ന സമയം, ഗൾഫിക്ക് 2 ദിവസം കഴിഞ്ഞ പോകാൻ. വാപ്പ ദേഷ്യം കൊണ്ടെന്തായി മോനെ അടിച്ചു, ചീത്ത പറഞ്ഞു, ഒരു അടിയും കൊടുത്തു. ഇവരെന്തോ ഒരു കുസൃതി കാണിച്ചപ്പോ ഈ പൊന്നു മോന്റെ മനസ്സിനകത്ത് വല്ലാത്ത വിഷമം ഇതങ്ങ് കയറിപ്പോയി. ഈ മകനെ വല്ലാതെ സ്നേഹിച്ചിട്ട് വല്ലാതെ താലോളിച്ചിട്ട് വളർത്തുന്നവനാ. ഒറ്റ മോനേ ഉള്ളൂ. പക്ഷെ വല്ലാതെ സ്നേഹം കൊടുത്തിട്ട് അങ്ങനെ വളർത്തി. പിന്നെ അവസാനം വാപ്പ പോകുന്ന സമയത്ത് മകനെ ഒരു ചെറിയൊരു കുസൃതി കാണിച്ചപ്പോ മകനെ അടിച്ചപ്പോ ഈ കുട്ടിയുടെ മനസ്സിനകത്ത് വല്ലാത്ത വിഷമായി. പഠിച്ചോൻ എന്റെ വാപ്പനെ തല്ലിയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നും ആ ഒരു വിഷമം ആ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പറയും. ഇന്നും വാപ്പാനോട് ആ മകൻ മിണ്ടൂല. 2-3 വർഷമായിത്രേ ആ പ്രിയപ്പെട്ട വാപ്പയോട് ഈ മോന് മിണ്ടിയിട്ട്.
ആ കുട്ടി മിണ്ടിയിട്ട് ആലോചിച്ചോക്കാണ് നിങ്ങൾ അതിന്റെ അവസ്ഥ. കാരണം എന്തേ, വാപ്പ ഫോണ് വിളിച്ചാൽ പിന്നെ ഇവിടുന്ന് നാട്ടിക്ക് പോയപ്പോ കുട്ടിനോട് ദേഷ്യം കൊണ്ട് ആ പോണ സമയത്ത് അത്ര മിണ്ടിയത്. അപ്പോൾ മോന്റെ മനസ്സിൽ വിഷമം, എന്റെ വാപ്പ തല്ലിയല്ലോ. ആ പോണ സമയത്താ മിണ്ടിയത്. കാരണം തച്ചതിന്റെ പിറ്റേ ദിവസം വാപ്പ എന്ത് ചെയ്യാണ്, പോവാണ്, ഗൾഫിൽ പോവാണ്. ആ പോണ സമയത്ത് വാപ്പ മകനോട് പറയും ഞാൻ പോവാണ്. പക്ഷെ മകൻ എപ്പോഴൊക്കെ വിഷമാ, വാപ്പാനോട് ചെറിയൊരു ദേഷ്യ, കാരണം വാപ്പനെ തല്ലിയല്ലോ അല്ലെ. അതേപോലെ തന്നെ അവിടെ പോയിട്ടൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് മോനെ, പക്ഷെ മോനെന്തിയില്ല, ഫോൺ എടുക്കൂല. അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ എത്ര കൊടുത്താലും ഫോൺ മേടിക്കൂല. എന്നിട്ട് ആ ഉമ്മ വിളിച്ചിട്ട് വിഷമം പറയാണ്, ഉസ്താദേ ഞാൻ വല്ലാത്ത വിഷമത്തിലാ, വാപ്പാനോട് ഇവരൊന്ന് മിണ്ടി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വിഷമം പറഞ്ഞ ഉമ്മ, അല്ലാഹുവേ പടച്ചോനെ ആ പൊന്നുമോൻ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. അപ്പൊ നമ്മുടെ മക്കളെ എങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത്, അതുപോലെ നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ വഴുതി പോകും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചില രക്ഷിതാക്കളൊക്കെ പറയും, ഉസ്താദേ എന്റെ മകൻ എന്താണ് ഇങ്ങനെ, അവൻ എന്താ നന്നാകാത്തത്, അവൻ വല്ലാത്ത ദേശക്കാരനാ, ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ആ ഒരു വിഷയത്തിൽ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല കാരണങ്ങളും അത് നമ്മുടേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്ന റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതാ അവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും പറയാറുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ നന്നാകുന്നില്ല, അവൻ ഒരുപാട് തെറ്റുകൾക്ക് അടിമയാണ് ഉസ്താദ്. ആകവേ അവന് എന്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നമസ്കരിക്കാൻ വിളിച്ചാൽ അവന് എണീക്കില്ല, അവൻ നമസ്കരിക്കാറില്ല. ആകവേ ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്ത് പറഞ്ഞാലും അവന് അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ടല്ലോ. ഒരുപാട് ഉമ്മമാര് വാപ്പമാര് പറയാറുണ്ട്. എന്താണ് അതിനുള്ള ഒരു പരിഹാരമെന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതാവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കള് വഴിപിഴച്ചു പോകുന്നത്? നമ്മുടെ മക്കള് പടച്ച റബ്ബേ നമ്മൾ പറയുന്നത് അനുസരിക്കാത്തതെന്താ, നമസ്കരിക്കാത്തതെന്താ? മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, സുബ്യാനകും ഫഇന്നഹാ സഅതു തൻതശിറു ഫീഹാ الشياطين. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബേ നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും തന്നെ പുറത്തു വിടരുതോ. ആ സമയമുണ്ടല്ലോ, فإنها ساعة تنتشر فيها الشياطين. ആ സമയമെന്ന് പറയുന്നത് ശൈത്താന് പുറത്തിറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ശൈത്താന് പുറത്തിറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും തന്നെ മക്കളെ പുറത്തു വിടരുത്. ഇന്ന് ഇശാ കഴിഞ്ഞിട്ടും 10 മണിക്കും 11 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ നമ്മുടെ മക്കൾ വെളിയിലാണല്ലോ. അല്ലാഹുവോട് ഇബ്ലീസ് ചോദിച്ചിട്ടുണ്ടല്ലോ, എനിക്കും വേണം താമസിക്കാനിടമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞത് ഒന്ന് ബാത്റൂമാണ്, രണ്ടാമത് ഇബ്ലീസിന്റെ സഞ്ചാരങ്ങളുള്ളത്, ശൈത്താന്റെ സഞ്ചാരങ്ങളുള്ളത് അങ്ങാടികളാണ്, തെരുവോരങ്ങളാണ്. അവിടെ പിന്നെ പാതിരാ സമയത്ത് കടക്കുന്നതാരോ, പാതിരാ സമയത്ത് നടക്കുന്നതാരോ, അത് ഇബ്ലീസും അവന്റെ കൂട്ടാളികളുമാണ്. നമ്മുടെ മക്കളുടെ ശരീരത്തിലേക്ക് ഇബ്ലീസിനെ ഓടിക്കയറാൻ കഴിയുകയാണ്. അവൻ നമ്മുടെ മക്കളുടെ ശരീരത്തിലേക്ക് ഓടിക്കയറുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളുടെ ജീവിതത്തിന് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. അവർ പറഞ്ഞതനുസരിക്കാത്തത്, അവർ നമസ്കാരത്തിന് മടി കാണിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ നമ്മൾ
ആ ഒരു കാര്യം നിർത്താതെ പടച്ചുറപ്പേ നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ നമ്മൾ ആരെടുത്ത് പോയിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടും കാര്യമില്ല. പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ ഇബ്ലീസ് പുറത്തിറങ്ങും. ആ സമയത്ത് മക്കള് പുറത്തിറങ്ങാൻ പാടില്ല. അത് നമ്മൾ തടയാതെ, ആ കാര്യം നമ്മൾ നിർത്താതെ ഒരിക്കലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ നന്മയിലേക്ക് വരൂല. ഇങ്ങനെ പറയുന്ന എൻ്റെ മകൻ നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു മോശത്തരത്തിലാണ്, മയക്കുമരുന്നിന്റെ അടിമയാണ്, നമസ്കരിക്കാൻ വിളിച്ചാൽ അവൻ മടിക, ഇങ്ങനൊക്കെ പറയുന്ന കുട്ടികൾ, ഇങ്ങനൊക്കെ പറയുന്ന ചെറുപ്പക്കാർ ജീവിതത്തിൽ അവര് വീട്ടിൽ നിന്ന് ഇശാ കഴിഞ്ഞ് 12 മണിയും 1 മണിയൊക്കെ ആയിട്ടായിരിക്കും അവർ വീട്ടിലേക്ക് വരിക. അല്ലാന്ന് പറയാൻ പറ്റുമോ? അവരുടെ ശീലം അങ്ങനെയായിരിക്കും. കാരണം എന്താ? ആ സമയത്ത് പുറത്തുണ്ടാകുന്നത് ഇബ്ലീസും അവന്റെ കൂട്ടാളികളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഫകുഫു സിബിയാനകും ഫഇന്നഹാ സാഅത്തുൻ തൻതശിറു ഫീഹാ ശയാത്തീൻ. ശൈത്താന്റെ സഞ്ചാരമുള്ള സമയമാണ്. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളെ മക്കളെ നിങ്ങൾ പുറത്തുവിടരുത് എന്ന് മഹാനവറുകൾ പഠിപ്പിക്കാൻ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ ഇന്നലത്തെ കാര്യം ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിലുണ്ട്. അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ മജ്ലിസിൽ. 1-2 ആഴ്ചയായിട്ട് നമ്മുടെ മജ്ലിസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ പിന്നെ അങ്ങനെ കുറഞ്ഞു പോയത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് തുടങ്ങി വരം എല്ലാവരെയും അറിയിക്കുകയും ഇൻഷാ അല്ലാഹ് അവരിലേക്ക് അത് എത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലു. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.